ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഞാനിതാ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരാരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഞാനിനിയും കിടക്കാൻ പോവുകയാണ്. അതാണ് വേറെ കാര്യം. നമ്മൾ ആസാമിക്ക് കയറി കേട്ടോ. ആസാമിൽ കയറിയിട്ട് കുറേ നേരമായി. എന്താ പറയുക, നമ്മളിപ്പോൾ ആസാമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിക്കിമി ഉള്ള ആൾക്കാരുണ്ട്, മറ്റേ സിലിഗുരി, അവരൊക്കെ NJP അങ്ങനൊരു സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെയാട്ടോ ഇറങ്ങിയത്. ഞാൻ കണ്ടായിരുന്നു അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. എല്ലാവരും ഇറങ്ങിയിട്ടോ. കോച്ചൊക്കെ കാലി തുടങ്ങി. ഞങ്ങൾ 10 മണിയാകുമ്പോഴേക്കും എത്തും. ഇതാണ്ടോ സീറ്റൊക്കെ കാലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഉള്ളൂ, സീറ്റൊക്കെ കാലി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ഈ ബ്രഹ്മപുത്ര ഇന്ത്യയിലെ തന്നെ പ്രധാന നദികളിൽ ഒന്നാണ്. ഈ ഒരു നദി അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിൽ പ്രവേശിച്ചിട്ട് ആസാമിലൂടെ നീങ്ങി ബംഗ്ലാദേശിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ആസാമിൽ ഈ ഒരു നദി വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. അവർ കൃഷിക്ക് വേണ്ടിയും മത്സ്യബന്ധനത്തിന് വേണ്ടി ഗതാഗതത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഹ്മപുത്രയാണ്. നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം അതേപോലെ തന്നെ. നോക്കി, ഇതൊക്കെ കണ്ട കേരളം എന്നല്ലാണ്ട് ആരെങ്കിലും പറയുമോ? കറക്റ്റ് കേരളം പോലെ എല്ലാ ഐറ്റംസും. റബ്ബർ, തെങ്ങ്, മാവ്, പ്ലാവ്, വീട് വരെ നമ്മൾ അതേപോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഗൈസ്, അടുത്തതില്ലേ, അടുത്തത് ഗുവാഹത്തിയാണ് കേട്ടോ. സ്ഥലം കേട്ടോ വേഗം കയറാൻ. എടാ റെഡ് അല്ലേ? ഓ, വിവേക് എക്സ്പ്രസിൽ ഒരു വിവേക്. ഇതെനിക്ക് ആസാമി ഗേൾസിന്റെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ട്രെയിനർ തന്നാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊരു ക്യാൻഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിങ്ങനെ ജെല്ലി മിഠായി ടൈപ്പ് സാധനം കേട്ടോ. ഇവരൊക്കെ ഇരുന്ന് കഴിക്കുകയാണത്. അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. കാണാ സാധനം ഞാൻ കഴിച്ചു നോക്കട്ടെ. നമ്മളെത്തി. ഗൈസ്, നമ്മളെത്തി. ഞങ്ങളെല്ലാരും
তুমি পুলিছিলা আশাৰে বহু আঁচনি কেলৈ তুমি ফুলিছিলা আশাৰে বহুত আঁচনি কেলৈ গন্ধবিহীন কোঠাতে তুমি সুৰভি বিলাবলৈ মালিয়ে তোমাক চিঙাৰ পিছত কিয় কৰা হাহাকাৰ তুমি বিয়াৰ নিশাৰ শয়ন পাতিৰ হেঁপাহী ৰজনী গন্ধা তোমাৰ থেংক ইউ আজৰি পৰতে কথাবোৰ গাঁঠিলো পাহৰো তোমাকে পাই মৰম এনেকুৱাই মৰম এনেকুৱাই মৰম এনেকুৱাই মৰম এনেকুৱাই এফুটা আহিৰে আহি সামৰিলে হিয়া মোৰ মৰহি যায় আজৰি পৰতে কথাবোৰ গাঁঠিলো পাহৰো তোমাকে পাই মৰম কেনেকুৱাই মৰম তেনেকুৱাই সমিধানে দিয়া বিধানো তাৰে পোৱা নিশা আহা বাৰে বাৰে টোপনি যাওঁ কেতিয়া উমান পালো এতিয়া তুমি কি বিচাৰিছা ইমানে যদি মৰম ৰঙা ফুটেটিকে দিয়া মৰম এনেকুৱাই মৰম তেনেকুৱাই মৰম এনেকুৱাই বুজিলো মৰম তেনেকুৱাই Guys, sama gua Titi. Dadah. Hey, Mom. Dadah. Miss you. Bye bye. Bye bye. Para naman Ini. സെൽഫി അപ്പുറത്ത പിടിച്ചോ നല്ല പാരൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മള് ഗുവാഹത്തി എത്തി ഇതൊക്കെ നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മള് നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ് കേട്ടോ ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ആണ് ഇപ്പം ബ്ലോഗറാണ് ഞാൻ ബ്ലോഗർ അല്ലേ ബ്ലോഗറിന് കൂടെ കാസർഗോഡ് മനുഷ്യൻ അറിയല്ലേ
ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഫ്രഷ് ആയിട്ടോ, ഫ്രഷ് ആയിട്ട് കുളിച്ച് തെറ്റിപ്പോയി. പ്രശ്നമില്ല, ഞാൻ സഹിച്ചോളാം. എന്റെ ഏട്ടൻ 27 വീഡിയോ കഴിക്കും. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, ഭയങ്കര ബ്ലോക്ക്. ഇവിടെ എറണാകുളത്തേക്കാളും ബ്ലോക്കാണ് ഇവിടെ. നിങ്ങൾ പെട്രോൾ പമ്പിൽ വാഷ്റൂമിലിട്ട് കയറി 2 വണ്ടിയിലാണ് കേട്ടോ വന്നത്. ഗൈസ്, ഇവിടെ പെട്രോളിന് 94.51 പൈസ. കണ്ടോ, ഡീസൽ 85 രൂപ. കണ്ടോ, ഇവിടെ കുറവല്ലേ? എന്താ ചെയ്യാൻ, നമ്മുടെ നാട് എന്ന് നന്നാവുക. അതെ, ഇവിടെ പെട്രോളിനൊക്കെ റേറ്റ് കുറവുണ്ട് കേട്ടോ, നമ്മുടെ കേരളത്തിലെ പോലെ അല്ല. ഇപ്പൊ കേരളം മാറേണ്ടിയിരിക്കുന്നു, മാറേണ്ടിയിരിക്കുന്നു, കേരളം മാറേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ എന്താ റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ഭയങ്കര പെട്രോൾ അടിക്കേണ്ട ഒരു അവസ്ഥ വരാണ്. അപ്പോൾ ഇത് മാറണം, കേരളം മാറി വരണം. സാധാരണ ഒരു മനുഷ്യന്റെ ഒരു രോദനം ഞാൻ വന്ന സെറ്റാവും. ഓരോ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ പൈസ നമുക്ക് ബാഗിൽ കൈ പിടിക്കണ്ട, ഒന്നും വേണ്ട, ചീർത്ത് ഒരു ലിപ് ബാം, ഒരു ലിപ്സ്റ്റിക്, അത് മതി, അതൊന്നും വേണ്ട. കുട്ടി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂർ അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കില്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൈ പിടിച്ചിടക്കണ്ട, പൈസ ഇടുക, അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം. ഈ ഫ്രണ്ട് സീറ്റാ, ഈ ഫ്രണ്ട് സീറ്റ് തന്നെ എന്തുകൊണ്ടാ? താങ്കൾ ഒരു വ്ളോഗർ ആയതുകൊണ്ട്. നമ്മളിപ്പോ മേഘാലയ ബോർഡർ കഴിഞ്ഞു. റൂട്ട് കണ്ടോ, നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പോകുന്ന ഒരു പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ, ബുക്ക് ഓഫ് ജേണി എന്നാണ് അവരുടെ പേജ്. അപ്പോൾ അവർ നമുക്ക് മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസമായിട്ട് ഫുഡൊന്നും കറക്റ്റ് അല്ലായിരുന്നു ആരുടെയും. അതുകൊണ്ട് ഇപ്പം നമ്മൾ നേരെ വന്നിറങ്ങി ഗുവാഹത്തിയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എന്ത് കഴിക്കാനാണ് പ്ലാൻ? അച്ചു സഹല നല്ല തട്ട് കെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നല്ല തട്ട് കെട്ടണം, പക്ഷെ കേറുവാണോ? ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മള് ഫുഡ് നല്ല ഫുഡ് കഴിക്കണം. കാരണം ഇതുണ്ടോ, ഞാൻ എഗ് റൈസാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് കിട്ടിയത് ചിക്കൻ റൈസ്. അതുകൊണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് കുറച്ച് വയറിന് അറിഞ്ഞു. എനിക്ക് കുറേ വൈകിട്ട് കിട്ടിയത് കേട്ടോ. പ്ലേറ്റ് ഒക്കെ ഓണർ ഓഫ് ദീസ് പ്ലേറ്റ് ഞങ്ങളുടെ ഒരു ഇപ്പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട്. കിഡിലെ ഫുഡായിരുന്നു കേട്ടോ. ഇതേതാ റെസ്റ്റോറൻറ്റ്? ഏതാണ് സ്ഥലം? സ്ഥലം മേഘാലയ പോകുന്ന റൂട്ട്. ആ ടോളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ്, നല്ല ഫുഡാണ്. താലി, വെജ് താലി കിഡിലൻ. ഈ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ ഞങ്ങൾ വന്നത്, സർദാർജി ധാബ. നല്ല കിഡിലൻ വെജ് താലി ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു മിഠായി കഴിച്ചിട്ടു. എനിക്ക് നല്ല ഇഷ്ടമായി പോയി ആ ക്യാൻഡി കഴിച്ചത്. അപ്പോൾ അത് ക്യാൻഡി കഴിക്കാൻ വിചാരിച്ചു. ഉണ്ടായിരുന്നല്ലോ.
ഇതാണെന്ന് തോന്നണം കേട്ടോ ഒരു അവൻ വാങ്ങിയത്. ഇതല്ലല്ലോ. Which one? Lychee. Cone. How much? 20. പിന്നെ വെൽക്കം. നമ്മൾ ആ ഒരു ക്യാൻഡി വാങ്ങിയിട്ട് അവിടെ നിന്ന്. പക്ഷേ അത് ഏത് ഫ്ലേവറാണ് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ലിച്ചി. ഓക്കെ, ഇത് വാങ്ങിയതാ. ഓക്കെ, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പേര് മാത്രമേ ഉള്ളൂ, ഭയങ്കര വലുപ്പമാണ്. അതാണ് നമ്മൾ മുകളിൽ പോയിരുന്ന വ്യൂ അടിപൊളിയായിട്ട് കാണും. ഉമിയം ലേക്ക് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഉമിയം എന്ന് പറഞ്ഞാൽ വെള്ളം. ഉമിയം ലേക്ക്. ഇവിടെയൊക്കെ ചെറിയ ബ്ലോസം പൂക്കത്ര. അതിൻ്റെ സീസൺ എപ്പോഴാ? ഓ, ഏപ്രിൽ മാസങ്ങളിൽ ചെറിയ ബ്ലോസം സീസൺ ആണ് അത്ര കേട്ടോ. ഇവിടെ ഫുള്ളി സൈഡിൽ മൊത്തം ചെറിയ ബ്ലോസംസ് ആയിരിക്കും. തൊണ്ടയിൽ ഫിഷിൻ്റെ കൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ. ഇതൊന്ന് കുപ്ലിയോ? നമസ്തേ. നമസ്തേ എന്നാണ് ഷിലോങ്. കാസി ഭാഷ. ഇതാണ് കേട്ടോ ഉമിയം ലേക്ക്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ലേക്ക് വ്യൂ ചെയ്യുക കേട്ടോ. ഇതിന്റെ നമ്മളതിന്റെ ടോപ്പിലാണോ നിൽക്കുന്നത്. ഇവിടെ പക്ഷെ ഇത് വലിയതാണ്, അതുകൊണ്ടാണ് ഓണോ ഇതിന് ലേക്ക് വിളിക്കുന്നത്. പിന്നെ എന്തോ പറഞ്ഞു ഇവിടെ. എന്റെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. ഗൈസ്, ഇവിടെ കപ്പിൾസ് ഫോട്ടോ വീഡിയോ എടുത്തു കൊടുക്കുകയാണ് ഇവര്. ഗൈസ്, അടുത്ത വിവേക് ഇവിടെ വേറെ ഫോട്ടോസും വീഡിയോസും നമ്മള് ഇവിടുന്ന് പോവാണ് കേട്ടോ. നമ്മുടെ വണ്ടി അതാണേ. നമ്മള് ഉമിയം ലേക്ക് കണ്ടില്ലേ, അതാണ് ആ ഒരു അത്രയേ ഉള്ളൂ ആ ലേക്ക്. നമ്മള് രണ്ട് വണ്ടി, ഒരു വണ്ടി അവിടെ കേട്ടോ.
ഞങ്ങളുടെ കൂടെ ബ്ലോഗറും കൂടി ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മ ഇപ്പൊ കണ്ടതാണ് എന്ത് ഒമിയോൺസ് ലേക്ക്. ഓക്കെ, അപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ, വലിയ അറിവൊന്നുമില്ല, ചെറിയ അറിവ്. അതായത് എന്തുകൊണ്ടാണ് ഈ ലേക്കിന് ഉമിയൂൺസ് ലേക്ക് വരാൻ കാരണം? ഉമിയൂൺസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ എന്നാണ്, അതായത് വെള്ളം എന്നാണ് എന്ത് മേഘാലയ സ്ലാങ്. മേഘാലയക്കാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത് കാസി. അപ്പൊ കാസി ഭാഷയിൽ എന്താണ് ഉമിയൂൺസ് വെച്ചാൽ എന്താണ്? വെള്ളം. അപ്പൊ ലേക്കിൽ എന്താണുള്ളത്? വെള്ളം. അതുകൊണ്ടാണ് അതിനെന്ത് വന്നത്? ഉമിയൂൺ ലേക്ക്. ഓക്കെ, ഏറ്റവും വലിയ എന്താണ് മേഘാലയത്തെ ഏറ്റവും വലിയ എന്താണ് എന്ത് വെള്ള സ്രോതസ്സില്ല, എന്തോ ഇല്ല സാധനമില്ല, വാട്ടർ റിസോഴ്സ്. അതാണ് എന്ത് ഉമിയൂൺസ് ലേക്ക്. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഉമിയൂൺസ് വെച്ചാൽ എന്താണ് അർത്ഥം? വെള്ളം. പോയി മനസ്സിലായില്ലേ? അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഉമിയൂൺസിന്റെ വ്യൂ പോയിന്റാണ് നമ്മൾ നിർത്തിയത്. കാരണം ഇത് വലിയൊരു എന്താണ് ലേക്കാണ്. അപ്പൊ നമുക്ക് എവിടെ നിന്നാലും കാണാൻ പറ്റും. ഓക്കെ, കേട്ടോ ഗൈസ്? മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ട്. MBBS ഉണ്ടോ ഡൗട്ട്? എന്താ? പച്ചവെള്ളാണോ നീലവെള്ളാണോ? ഇതാണല്ലോ ഏറ്റവും വലിയ ലേക്ക് മേഘാലയന്റെ. അതുകൊണ്ടാണ് അതുകൊണ്ടുള്ള ഒരു പേര്. അതാണ് ഗൈസ് ഉമിയം ലേക്ക്. നമ്മൾ ഷിലോങ്ങിൽ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പവർ ബാങ്ക് കിട്ടിയിട്ടാണ്. മഴ പെയ്തില്ല എന്ന് പറഞ്ഞു. മഴ പെയ്തിട്ടോ? അതുകൊണ്ടാ പോലീസ്, ട്രാഫിക് പോലീസ്. തമാശ കാര്യമായിട്ടാ എനിക്ക് പോലീസ്. വെൽക്കം ടു ഷിലോങ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഷിലോങ്ങിൽ എത്തിയിരിക്കുന്നു. എന്താ ചെയ്യാല്ലേ? എല്ലാരും ഒരു വ്ളോഗർ വൈബായിട്ടു. നമ്മൾ കൂടുതൽ ബ്ലോഗർ. ഗൈസ്, നമ്മള് പോലീസ് ബസാറിക്കാണ് കേട്ടോ വന്നോണ്ടിരിക്കുന്നത്. പോലീസ് ബസാറിലെ എൻട്രായി സ്ട്രീറ്റ് കേട്ടോ, നല്ല തിരക്കുണ്ടേ. നമ്മള് പോലീസ് ബസാറിലാണ്ടോ പോകുന്നത്. ഇതൊക്കെ ഞങ്ങളെ ക്രിക്കറ്റ് ആൾക്കാരാണ്. ഉള്ളി കിടക്കാൻ പോകട്ടോ. ഇങ്ങനെ സംഭവം അറിയില്ല, സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ഇതുപോലെ അല്ലേ? ആണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രീറ്റ് ആണ് ഇവിടെ മൊത്തം ഫുഡിന്റെ ഏരിയാസ്. ചിക്കന് പന്നി ചിക്കൻ പോർക്ക് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. സൂപ്പാണ് പോക്കാന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞ ബഫർ എന്ന സംഭവം പറഞ്ഞു മനസ്സിലായില്ല. പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്തിട്ട് ലൈവായി ഗ്രില്ല് ചെയ്യുന്ന സംഭവം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ അതെ ഗ്രില്ല് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ പോർക്കാണ്, സ്റ്റേക്കാണ്. ലോക്കൽ മാർക്കറ്റ് ആണ് കേട്ടോ. എന്താ ഡ്രസ്സൊക്കെ നോക്കുന്നേ. യെസ് യെസ്, അത് മനസ്സിലായില്ല. ഇതെന്താ ട്രൈപ്പോഡൊക്കെയാ? പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ. വിരാട് കോഹ്ലിയാണ് അത്ര ഭർത്താവ്. വിരാട് കോഹ്ലിയാണ് അത്ര.
പെങ്ങൾ സ്നേഹം, പെങ്ങൾക്കുള്ള ഡ്രസ്സ് വാങ്ങുന്ന വിവേക്. കപ്സ് കണ്ടോ, നല്ല ഭംഗിയുള്ള കിടില കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഡ്രസ്സിനവിടെ 50 രൂപയുള്ളൂ. മാർക്കറ്റ് ഓണായി. ഞങ്ങളിതാ മറ്റേ അല്ലിക്ക് ആഭരണം കണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇയറിങ്സ് ഭ്രാന്താ ഗൈസ്. ഇയറിങ്സ് കണ്ടു, പക്ഷെ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ലോഡ് ഇയറിങ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇയറിങ്സിന്റെ ഇയറിങ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതുണ്ട്, ഇതുണ്ട്. എത്ര? 50. ഇത് ചപ്പല് പക്ഷെ വേസ്റ്റാ ഗൈസ്. ചപ്പലൊക്കെ വേണ്ടില്ലേ? ക്യൂട്ടായിട്ടുള്ള ചപ്പൽസ് ഉണ്ട്. ഈ പർപ്പിൾ നല്ല രസമില്ലേ? ഇത് കൊള്ളാല്ലേ? ദീദിയാ ബ്ലാക്ക്. ഓക്കെ ഓക്കെ. ഇതായിൻ്റെത്, പക്ഷെ ഇത് വലുതാ. ഹൈറ്റ് വലിക്കും. ട്രൈ करते ഓ അടിപൊളി. ശരിക്കും ഭംഗിയില്ല. ഹൈറ്റ് ഉണ്ടല്ലേ, നല്ല സുഖം, കംഫർട്ടബിൾ ആണ്. ഇത് എത്ര ചോദിച്ചോക്കാം. നമ്മുടെ കാർട്ടൂൺ താരങ്ങൾ നരോട്ടോ രൂപയുടെ കീ ചെയിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വളരെ മണിമണി. കൊള്ളാല്ലേ? ഗൈസ്, നമ്മളങ്ങനെ മാർക്കറ്റിൽ നിന്ന് പോവാണ് കേട്ടോ. സമയമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ശരിക്കും പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇനി വേറെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ റൂമിലേക്കാണെന്ന് പോകുന്നു. സമയമില്ല ഗൈസിന്. അവരുടെ കണ്ണ് വെട്ടിച്ച് മുങ്ങിയതാണ് വീണ്ടും പരതാൻ വേണ്ടിയിട്ട്. അവരൊരാളെ പിടിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തും, പിന്നെ 2-3 പേര് അവിടെ നിന്ന് മുങ്ങും, പിന്നെ അവരെ പിടിച്ച് കൊണ്ട് നിർത്തും, അപ്പോൾ വേറെ ആൾക്കാർ പിടിച്ച് മുങ്ങും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു അങ്കാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ തപ്പുന്നതിൻ്റെ. നല്ല തെരഞ്ഞെടുക്കണം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ് കേട്ടോ. അതെ, ഇത് ഇവിടെ ഏതോ ഒരു ലേക്കൊക്കെ കാണാണ്ട് കേട്ടോ. ഏതാ ലേക്ക് എന്ന് നമുക്കറിയാൻ വയ്യ. ഇവിടെ ഇതൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇതൊക്കെ ഇറക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ലോഡ് നേരമായിട്ടോ നടക്കുന്നത്. ഇവരെ എത്തിയിട്ടില്ല. നമ്മുടെ വണ്ടി നിർത്തിയിട്ടോർത്ത് വണ്ടി നിർത്തിയിട്ടോർത്തുന്ന് ഇത് വിടറോ. ഇപ്പൊ എത്ര കിലോമീറ്റർ നടക്കുന്നത്? ഫുള്ള് ഇരുട്ടാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇനി റൂമിൽ എത്തിയിട്ട് കാണാം. നമ്മുടെ റൂം
വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഇതിന്റെ ഉള്ളിക്കോ? റിവർ സൈഡ് വ്യൂ എന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ നമ്മുടെ റൂമിന്റെ അവിടേക്ക് എത്തി. കണ്ട കണ്ട അവൻ ബ്രോ കണ്ട കണ്ട അതന്നെ റൂം. നമ്മുടെ റൂം കണ്ട എല്ലാരും പ്രണയിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ലവ് ഷേപ്പിലുള്ള ഇതൊക്കെ നടക്കൂടൊരു കമ്പൂടെ കുത്തി കയറ്റി. അതിപ്പോ തൊളയും. വെൽക്കം ചെയ്യാനൊക്കെ വരുന്നുണ്ട്. നമ്മള് ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത് കേട്ടോ. ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ. ഇവിടെ നല്ല റിവർ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുൾ സെറ്റപ്പ്. ഗൈസ് നമുക്ക് റൂം കിട്ടി കേട്ടോ. നല്ല കിടിലൻ റൂമാണേ. കിടിലൻ റൂമാണ്. നമുക്ക് നല്ല റിവർ വ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് റൂം എങ്ങനെയാണെന്നല്ലേ കേട്ടോ. റൂം ഞാൻ തുറക്കുമ്പോൾ ഒരു ഹോൾ. ഇപ്പം നമ്മൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെതാ നമുക്ക് പുറത്ത് സെറ്റ് വ്യൂ ആണ് കേട്ടോ നമുക്ക് വരുന്നത്. നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. പിന്നെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് നല്ല തണുപ്പുണ്ടേ. വാഷ്റൂം ഞാൻ നോക്കിയിട്ടില്ല എങ്ങനെയാന്നുള്ളത്. അമ്മ ഇതൊക്കെ തുറക്കാത്തത് ദൈവങ്ങൾ, ഇത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനൊരു ഹെൽപ്പ് വെച്ചിട്ട് വരാം. ബാത്റൂം കാണണം. സെറ്റ് റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണേ. സോ ഇനി നമുക്ക് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെല്ലാവരും ഇൻട്രൊഡക്ഷൻ മറക്കല്ലേ. പരിപാടി കോർഡിനേറ്റ് ചെയ്തതാണ് 4 പേരുണ്ട്. ആഷിഖ്, ഈ ട്രിപ്പിന്റെ എല്ലാമായ ആഷിഖ്. അതായത് ആഷിഖ് വരുന്നത് തൃശ്ശൂർ. ഓക്കെ, ആഷിഖ് തൃശ്ശൂരിലാണ് വരുന്നത്. ഡൽഹിയിലാണ്. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ ഇവിടെ കണ്ട ചിലപ്പോ ക്രോസ് ആവും. നീ പോയി जाना जरूर है, जाना जरूर. റൂമിലെത്തിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നേരത്തെ നയിക്കണം. അപ്പം ഇനി ബൈ നാളെ രാവിലെ കാണാം കേട്ടോ.